കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ ദാനിയൽ ജോണിനോട് ഈ വേദിയിലേക്ക് എനിക്ക് സാഹചര്യങ്ങളെ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതിലുപരിയായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം മുഖാന്തരം ഒരുക്കി തന്ന എന്റെ കർത്താവിനെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇതൊന്നും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമെന്ന് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാ. അതനുസരിച്ച് ഇപ്പൊ ഈ വേദി ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ, എന്റെ പേര് ലില്ലിക്കുട്ടി എന്നാണ്. ഞാൻ എന്റെ ജന്മദേശം പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം പഞ്ചായത്തില് വെള്ളമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളായിരുന്നു. 5 മക്കളുള്ളതിൽ മൂത്തയാളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ വളരെ ക്രിസ്തീയ മാതാപിതാക്കള്. അവർക്ക് സാധാരണയുള്ള മാതാപിതാക്കളായിരുന്നു. അവര് ക്രിസ്ത്യരായിരുന്നത് കൊണ്ട് തന്നെ ബാല്യത്തിൽ ക്രിസ്തീയമായിട്ടുള്ള ആ ഒരു ആചാരപ്രകാരം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും സൺഡേ സ്കൂളിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആ കാര്യത്തിലൊക്കെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എൻ്റെ മാതാവ് ഒരു പ്രാർത്ഥനയുള്ള ഒരു മാതാവായിരുന്നു. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുക. എൻ്റെ സഹോദരങ്ങളെ എനിക്ക് എൻ്റെ ഇളയത് ഞാനാ മൂത്തത്. എൻ്റെ ഇളയത് 3 സഹോദരിമാരും 1 സഹോദരനുമാണ് എനിക്കുള്ളത്. അവരൊക്കെ നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ജീവിക്കുന്നു. എൻ്റെ ബാല്യകാലം അതാണ്. ഇപ്പോൾ ഞാൻ എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞാൻ വളർത്തപ്പെട്ടത് കത്തോലിക്ക സഭയിലാണ്. എന്നെ വിവാഹം കഴിച്ചത് ഓർത്തഡോക്സിലാണ്. ഞങ്ങള് ജനിച്ചു വളർന്ന് ഞാൻ കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത്. കത്തോലിക്ക സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാവിലെ സ്ക്രിപ്ചർ, ഈ ബൈബിൾ അരമണിക്കൂർ നേരത്തെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എനിക്ക് നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ വേദപുസ്തകത്തിലെ പ്രത്യേക കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. മാതാപിതാക്കളുടെ ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് SSLC പാസ്സായി. SSLC പായി കഴിഞ്ഞപ്പം എനിക്ക് നേഴ്സിങ്ങിന് പോകണമെന്നുള്ള താല്പര്യമായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ നേഴ്സിങ്ങിന് അപേക്ഷിച്ചിട്ട് ചില സ്ഥലങ്ങളൊന്നും കിട്ടാതായപ്പോൾ എൻ്റെ കസിൻ കൂടെ ഭോപ്പാലിൽ, മധ്യപ്രദേശിലുള്ള ഭോപ്പാൽ എന്ന സ്ഥലത്തേക്ക് പോകാൻ ഇടയായി. അവിടെ കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം അവിടെ നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്തപ്പം അവിടെ ഇവിടുത്തെ SSLC കൊണ്ട് അവിടെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് വന്നപ്പോൾ അവിടുത്തെ ഹയർ സെക്കൻഡറി എഴുതണമെന്നുള്ള ആ ഒരു അവിടെ നിർബന്ധമായിരുന്നു. ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിലേ നേഴ്സിങ്ങിന് കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഹയർ സെക്കൻഡറി പഠിക്കാൻ പോയി. അപ്പൊ അവിടെ ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതൊരു പ്രൈവറ്റ് സ്കൂളിൽ, ഒരു സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളില്ല, പക്ഷെ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. പഠിച്ചു. അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എൻ്റെ ഹിസ്റ്ററിയുടെ പരീക്ഷയുടെ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ഹിസ്റ്ററിയുടെ പരീക്ഷ. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ഹിസ്റ്ററിക്ക് 7:30 തൊട്ട് 10:30 വരെ 3 മണിക്കൂർ നേരത്തെ സമയമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഹിസ്റ്ററിയുടെ പരീക്ഷയുടെ തലേദിവസം ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞാൻ പഠിക്കേണ്ടതിന് പകരം അന്നൊക്കെ ഈ വീക്കിലികളൊക്കെ കിട്ടുന്ന വീക്കിലിയൊക്കെ വായിക്കുന്ന ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ അന്ന് ആ പരീക്ഷയുടെ തലേദിവസം ഞാന് മംഗളം മനോരാജ്യം വീക്കിലി ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങ് വായിച്ചു തീർത്തു. ഒറ്റ ശ്വാസത്തിന് വായിച്ചു തീർത്തു. പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് ചെന്നപ്പം എനിക്ക് എഴുതാനൊന്നും കിട്ടുന്നില്ല. 3 മണിക്കൂർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും എല്ലാം വായിച്ചു. പക്ഷെ എനിക്ക് ഒരു ക്വസ്റ്റ്യന്റെ പോലും ആൻസർ എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ ആൻസർ എല്ലാം എവിടെ തുടങ്ങുന്ന എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ കൺഫ്യൂഷൻ ആയി. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. എന്റെ കൂടെ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന പിള്ളേരെല്ലാം
അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി എഴുന്നേക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഇവിടെ ഒന്നൊന്നുള്ള ഒരു ആൻസർ എഴുതാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ അവിടെ ഇരുന്ന് ആകപ്പാടെ വിഷമിച്ച് കർത്താവെ. അപ്പൊ എനിക്ക് ഒരു വിഷമം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എന്റെ കൂടെ കുറെ പിള്ളേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരൻസ്, അവരുടെയൊക്കെ ഗാർഡിയൻസ് ലില്ലിക്കുട്ടി എങ്കിൽ വേറെ ആരും ജയിക്കത്തില്ലെന്ന്. അതായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കും, അയ്യോ 2 മണിക്കൂറായി ഞാൻ ഒന്നും എഴുതാൻ തുടങ്ങിയില്ലല്ലോ കർത്താവെ. അപ്പൊ അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നുള്ള വിഷമമായിരുന്നു എനിക്ക് പരീക്ഷയ്ക്ക് തോക്കുന്നതിനെക്കാട്ടിലും. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഞാൻ എങ്ങനെ എന്റെ മനസ്സ് ഇന്നലെ വീക്കിലി വായിച്ചുകൊണ്ടായിരിക്കും എനിക്കൊന്നും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാത്തത്. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാനല്ലേ വീക്കിലി വായിച്ച കുറവ് എന്നോട് ക്ഷമിക്കണമേ. അപ്പൊ എന്റെ കണ്ണിന്ന് കണ്ണീരൊക്കെ വന്നു. എനിക്ക് പരീക്ഷ എഴുതാനുള്ള കൃപ തരണേന്ന് പറഞ്ഞു 1 മിനിറ്റ്. ആ 2 തുള്ളി കണ്ണീർ എന്റെ കണ്ണീന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഷടേന്ന്, പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ എനിക്ക് ആകെപ്പാടെ. അതിന് ഷടേന്ന് ഞാൻ എഴുതാൻ തുടങ്ങി. എല്ലാ ക്വസ്റ്റ്യനും ഒന്നും വിടാതെ എല്ലാം ചെയ്തു, എല്ലാത്തിനും എഴുതി. ഹിസ്റ്ററിക്കൊക്കെ ഒത്തിരി വലിച്ചു വാരി എഴുതിയെങ്കിലേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളല്ലോ. പക്ഷേ എനിക്ക് ഒത്തിരി ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും എല്ലാം ഒരു വിധത്തിൽ 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർത്തു. പക്ഷെ എഴുതി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ. ഞാൻ എങ്ങാനും തോറ്റു പോകുമെന്നുള്ള ചിന്തയായി പോയി. തോറ്റു പോകുമെന്നുള്ള ചിന്തയായി എന്റെ ആ മനസ്സിൽ. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കരയുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ടു. എന്റെ കൂടെ പഠിച്ച പിള്ളേർ, അടുത്തുള്ള പിള്ളേരൊക്കെ, അവരൊക്കെ കണ്ടേച്ച് പറഞ്ഞു ലിക്കുട്ടി ക്ലാസ്സിൽ അവിടെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് കരയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് വീട്ടിൽ വന്ന് എന്റെ കസിൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊന്നും കരഞ്ഞില്ല എന്നൊക്കെ അവരോട് കള്ളം പറഞ്ഞു. പക്ഷെ എനിക്കങ്ങ് ടെൻഷൻ, ആകപ്പാടെ ജയിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആൻസർ മാർക്ക് കൂടാൻ തുടങ്ങി. അരമണിക്കൂർ മാർക്ക് വെച്ച് കൂട്ടി. ആദ്യം നോക്കിയിട്ട് ജയിക്കുന്നില്ല, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൂട്ടി, അങ്ങനെ കൂട്ടി നോക്കി അവസാനം ജയിക്കുന്ന പാസ് മാർക്കിന്റെ അത്രയും വരെ എത്തിച്ചു. പിന്നെ അങ്ങനെ ആ ഒരു ടെൻഷനോടുകൂടി തന്നെ ആ റിസൾട്ട് വരുന്നത് വരെ നോക്കിയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കുന്ന സപ്ലിമെന്ററിക്കകത്താണ്. കാരണം അന്ന് സപ്ലിമെന്ററി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ. സപ്ലിമെന്ററി ഒന്നോ 2 സബ്ജക്ട് പോയി കഴിഞ്ഞാൽ സപ്ലിമെന്ററി എഴുതിയെടുക്കാം. അതല്ലെങ്കിൽ പിന്നെ പാസ് വിത്ത് ഗ്രേസ്. അപ്പം രണ്ടിനകത്തിൽ നോക്കിയപ്പോ ഇല്ല. സപ്ലിമെന്ററിക്കകത്ത് കാണാത്തപ്പോൾ ഞാൻ ഓർത്ത് പാസ് വിത്ത് ഗ്രേസ് ആയിരിക്കും, ആ ഗ്രേസ് മാർക്ക് കിട്ടി അതിനകത്ത് പാസ് ആയതായിരിക്കും. പക്ഷെ അതിനകത്തും ഇല്ല. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. അത് കഴിഞ്ഞ് പിന്നെ തേർഡ് ഡിവിഷൻ നോക്കി. തേർഡ് ഡിവിഷനകത്തൂടെ കാണാതായപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തോറ്റിട്ട് കർത്താവെ, എനിക്ക് എന്റെ വിഷമം മുഴുവൻ ഞാൻ ഈ മനുഷ്യരെ എങ്ങനെ ഫേസ് ചെയ്യും, ഇവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നുള്ളതായിരുന്നു. എനിക്ക് തോറ്റെങ്കിൽ വിഷമമില്ല, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ എങ്ങനെ അവരെയൊക്കെ ഫേസ് ചെയ്യും എന്നുള്ള സങ്കടമായിരുന്നു. ഏതായാലും ഞാൻ ഓർത്തു, എന്നാൽ ഞാൻ സെക്കൻഡ് ഡിവിഷനിൽ വെറുതെ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പം എന്റെ നമ്പർ സെക്കൻഡ് ഡിവിഷനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അതാണ് എന്റെ ഏറ്റവും ആദ്യത്തെ വളരെ എന്താ പറയുന്നത്, ദൈവത്തെ ഞാൻ ഒരു നിമിഷം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചതല്ല, പറഞ്ഞതിന്റെ വിധത്തിൽ എനിക്ക് ആ സെക്കൻഡ് ഡിവിഷനോടുകൂടി പാസ്സാകാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നേഴ്സിങ്ങിന് കിട്ടി. ഞാൻ നേഴ്സിംഗ് പഠിച്ച് പാസ്സായി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹം നടന്നു. ഞാൻ ഒരു ഓർത്തഡോക്സ് സഭയിലാണ് വിവാഹം കഴിച്ചത്. അത് കഴിഞ്ഞ് സാധാരണ രീതിയിൽ തന്നെ പോകും. അന്നൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി, 2 പെൺകുഞ്ഞുങ്ങളാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിലോട്ട് ബസ് സ്റ്റോപ്പ് ഇറങ്ങി വീട്ടിലോട്ട് ഇറങ്ങി നടന്നു പോകുന്ന സ്ഥലത്ത് ഇടയ്ക്ക് ഒരു പ്രയർ കേൾക്കാം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു. ആകെ 1 പ്രാവശ്യമൊക്കെ പോയപ്പോ ഇങ്ങനെ നല്ല പാട്ട് കേൾക്കുന്നു. എനിക്ക് തോന്നി അവിടെ കയറുന്നു. അവിടെ അങ്ങ് കയറിയാൽ ഓർക്കും. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും വീട്ടിൽ ആരുമില്ല, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഓർത്ത് അവിടെ അങ്ങ് കയറാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് പിന്നെ അവിടെ കയറാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യമൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ചാൻസ് കിട്ടി ഞാൻ യമനിൽ പോകാൻ. അപ്പൊ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3-4 പേരുണ്ട്. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു പോയത്. അവിടെ ചെന്നു. ആദ്യത്തെ കോൺട്രാക്ട് കിട്ടുന്ന 2 വർഷത്തേക്ക് വലിയ ഇതൊന്നുമില്ല, സാധാരണ പോലെ എല്ലാവരുടെയും കൂടെ കത്തോലിക്ക ചർച്ചിലൊക്കെ, അവിടെ കത്തോലിക്ക ചർച്ച് ഉണ്ടായിരുന്നു. അപ്പം കത്തോലിക്ക സർവീസിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് സ്വല്പം കൂടെ സാലറി കൂട്ടി കിട്ടുന്ന വേറൊരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പോണമെന്ന് തോന്നി. അപ്പൊ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇപ്പുറത്തോട്ട് കയറി. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നല്ല അന്തരീക്ഷമായിരുന്നു.
അതൊരു കുവൈറ്റ് ഹോസ്പിറ്റലുകാരൻ നടത്തുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ കുവൈറ്റുകാർക്ക് യുദ്ധം കഴിഞ്ഞപ്പം കുവൈറ്റുകാരെല്ലാം കളഞ്ഞിട്ട് പോയത്. ഇപ്പോൾ യമൻ മിനിസ്റ്റർക്കാരൻ ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. പക്ഷെ മറ്റേടത്തിനെ കാട്ടിക്കൂടി സൗകര്യവും സാലറിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സന്തോഷമായി എല്ലാം കൊണ്ട്. പിന്നെ ആദ്യം വലിയ ആത്മീയതയൊന്നും കിട്ടിയില്ല. അപ്പൊ അവിടെയും വലിയൊരു ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഞാൻ അവിടെ വന്ന സമയത്ത് എനിക്ക് അലോട്ട് ചെയ്ത് തന്ന റൂമില് വേറൊരു കുട്ടിയായിരുന്നു. അവൾക്ക് അവിടെ റൂമിൽ ആരെയും താമസിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. അവിടെ കൂടെ ആരെയും എന്ന് പറഞ്ഞാൽ വേറെ എന്തോ കാര്യമുണ്ട്, അതെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ആദ്യം ഞാൻ എന്റെ ഭോപ്പാലിൽ നിന്നുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റിയുടെ കൂടെ റൂമിൽ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആന്റി നാട്ടിൽ പോകുന്ന സമയമായപ്പം ഞാൻ എന്റെ റൂമിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഉടനെ ഈ പുള്ളിക്കാരത്തി എന്നെ കുറിച്ചൊരു എനിക്കൊരു കള്ളത്തരത്തിൽ എന്നെ പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവളുടെ പൈസ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു കള്ളത്തരത്തിൽ കുടുക്കി എന്ന് പറഞ്ഞാൽ എന്നെ ആ റൂമിൽ ഇടാൻ വേണ്ടി. അപ്പൊ അതിന് ഇപ്പുറം ഒരു സംഗതി ഉണ്ടായി. അവളുടെ റൂമിലേക്ക് ആര് വന്നാലും അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരത്തി ഒഴിവാക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അന്നേരം എന്റെ കൂട്ടുകാരോട് കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഞാൻ ആ റൂം മാറത്തില്ല. അതോറിറ്റീസ് എനിക്ക് ലെറ്റർ തരാതെ ഞാൻ ആ റൂമിൽ ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു. അത് ആരോ ചെന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി ആ കുട്ടി അപ്പൊ അതിനുള്ള ഒരു കാരണം കണ്ടുപിടിച്ചു. അവളുടെ പൈസ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം എന്നെ ഒരാളെ വേദനിപ്പിച്ചു. ഓഫീസിൽ എന്നെ വിളിപ്പിച്ചു. ഞങ്ങളുടെ വാർഡൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം എന്നെ വാർഡന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് എന്നെ അങ്ങ് ആകപ്പാടെ വിറയ്ക്കാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് പറയത്തില്ല. അങ്ങനെയൊന്നും ആരും വിളിക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ആ മേഡത്തിന്റെ അടുത്ത് എന്നിട്ട് ഒരു ഈജിപ്ഷ്യൻ സ്ത്രീയായിരുന്നു. ഞാൻ ആ മേഡത്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ മേഡം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, കാര്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നിന്റെ റൂം മാറ്റുവാണ്, നീ താഴത്തെ ഫ്ലാറ്റിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് എന്റെ റൂമെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തുകൊണ്ട് ഹോളിലേക്ക് കൊണ്ടിട്ടിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു. ആ കുട്ടിയോട് പറഞ്ഞു, ഞാനുണ്ട് എന്റെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ വാരി ഈ ഹോളിൽ ഇട്ടിരിക്കുകയാണ്. എനിക്ക് നിന്റെ എന്തെങ്കിലും സാധനം ഇതിനകത്ത് കിടപ്പുണ്ടോന്ന് നോക്കിക്കേ. ഞാൻ താഴെ ചെന്ന് കഴിയുമ്പോ എന്റെ ഇത് കണ്ടില്ലെന്ന് പറഞ്ഞ് എന്നെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് കള്ളത്തരത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാധനങ്ങൾ കൊണ്ടെല്ലാം അങ്ങ് താഴെ പോയി. പക്ഷെ എനിക്കതങ്ങ് ഭയങ്കരമായിട്ടൊരു എന്നെ അങ്ങ് വല്ലാതെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമല്ല, നമ്മുടെ സ്ഥലമല്ല, നമ്മുടെ ദേശമല്ല, ഒരു അന്യ രാജ്യത്ത് അന്യ ഭാഷക്കാരുടെ ഇടയിൽ എന്നെ കളിയാക്കിയപ്പോ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ഇവളെ കാണുമ്പം ഞാൻ കുത്തുവാക്ക് പറയുമായിരുന്നു. ചീത്തൊന്നുമല്ല, കുത്തുവാക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം അത് എനിക്കുണ്ടായിരുന്നത് അന്ന് നേരത്തെ. അപ്പൊ ഞാൻ അവളെ കാണുമ്പോ ഇങ്ങനെ കുത്തുവാക്ക് പറയും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇവളങ്ങ് റിസൈൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചു. അപ്പം പരിശുദ്ധാത്മാവ് അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ പറഞ്ഞു, നീ അവളോട് ക്ഷമ ചോദിക്കാൻ. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്തൊരു നീതിയാ? ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ അവളോട് ക്ഷമ ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് പറയുന്നൊന്നും അറിയത്തില്ല, പക്ഷെ അന്നേരം കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവളുടെ കുത്തുവാക്ക് പറഞ്ഞ് അവളെ വേദനിപ്പിച്ചു, അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കാൻ പറഞ്ഞത്. സ്തോത്രം. എന്റെ ഈഗോ എന്നെ അതിന് അനുവദിച്ചില്ല. അപ്പൊ ഞാൻ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു പ്രേരണ വരുന്നു. ഗ്രേസിയോട് പേരെന്ന് പറഞ്ഞു പോയി, ഗ്രേസിയോട് ക്ഷമ ചോദിക്കാനായിട്ട്. അന്നേരം പറഞ്ഞു, അതിനെന്താണ്, നല്ലതല്ലേ, അങ്ങ് ക്ഷമ ചോദിച്ചോ. ഞാൻ പറഞ്ഞു, എന്നാലും ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വിചാരിക്കത്തില്ല ഞാൻ ആ തെറ്റ് ചെയ്തത് കൊണ്ടാണെന്ന്, ഞാൻ അതിനകത്ത് തെറ്റുകാരിയാണെന്ന് വിചാരിക്കത്തില്ല. അതുകൊണ്ട് എന്റെ ഈഗോ എന്നെ സമ്മതിച്ചില്ല. ഈ കുട്ടി അങ്ങ് പോവുകയും ചെയ്തു. ഈ കുട്ടി പോയി കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്തില്ലല്ലോ. ആ കുട്ടിയോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിച്ചില്ലല്ലോ. ഞാൻ ഇനി എവിടെ ചെന്നാ ആ വ്യക്തിയെ കണ്ടുപിടിക്കും? എനിക്ക് അങ്ങനെ ഞാൻ കരഞ്ഞോണ്ട് നടന്നു കുറച്ചു നാള്. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി അങ്ങ് വന്നു. ഒരു പ്രാവശ്യം ഞാൻ ലീവിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ സംസാരം കേട്ടു. അങ്ങനെ സംസാരം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഓടിച്ചെന്നു.
ആ ഗ്രിസയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അവളായിരിക്കും എന്ന് വിചാരിച്ച അവിചാരിതമായിട്ടാ ചെന്ന് നോക്കിയപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ റൂമിൽ പുള്ളിക്കാരത്ത് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് വർത്താനം പറഞ്ഞു. അന്നത്തെ ആ കാര്യങ്ങളെല്ലാം മറന്നു പോയതുപോലെ ഞാൻ എന്നിട്ട് വർത്താനം പറഞ്ഞു. പക്ഷേ ക്ഷമയൊന്നും ചോദിച്ചില്ല. ഈ കുട്ടി അങ്ങ് പോവുകയും ചെയ്തു. വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ നിരപ്പ് പ്രാപിച്ചില്ല, നീ ക്ഷമ ചോദിച്ചില്ല. ആ കുട്ടി അങ്ങ് പോയി. എനിക്ക് പിന്നെ അവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ അന്വേഷിച്ച് നടന്ന് പിന്നെ ഒരിക്കല് ഒരു പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ പുള്ളിക്കാരത്തെ ചെന്ന് കണ്ട് ഞാൻ ക്ഷമ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് നല്ല ഒരു കുറച്ച് പെന്തക്കോസ്തിലുള്ള സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രൈഡേയിൽ അവിടെ പിന്നെ ദിവസം ഞങ്ങളവിടെ ഫാസ്റ്റിംഗ് പ്രയർ വെക്കും. ഞങ്ങൾ ആരുടെയെങ്കിലും ഒരാളെ അങ്ങനെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ അങ്ങനെ കടന്നു പോകുമായിരുന്നു. പക്ഷെ ഒരു രക്ഷിക്കപ്പെടുന്ന കാര്യമോ സ്നാനപ്പെടുന്ന കാര്യമോ ഒന്നും അവരാരും ഒന്നും പറഞ്ഞില്ല. നല്ലൊരു ആത്മീയ കൂട്ടായ്മയാണ്. പാട്ട് പാടും, പ്രാർത്ഥിക്കും. അതിലൊരാൾ പ്രയോജനപരം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറയും ഇങ്ങനെ. അതെല്ലാം കേട്ടു നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞു. ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ബൈബിള് വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ബൈബിള് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ആദ്യമായിട്ടുണ്ടായ സംഭവം, ഞാനിങ്ങനെ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആവർത്തന പുസ്തകം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 10 കൽപ്പന 10 കൽപ്പന വായിക്കാനിടയായി തീർന്നു. ആ 10 കൽപ്പന വായിച്ചപ്പോൾ അതിനകത്ത്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ അത് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അത് പക്ഷേല് അതിന്റെ താഴോട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. വിഗ്രഹം ഉണ്ടാക്കരുത്, മുകളിൽ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്, അവയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അരുത് എന്ന് വായിച്ചു കഴിഞ്ഞപ്പോ അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്റെ ജീവിതത്തിൽ ആരും അന്ന് വരെ അങ്ങനെ ഒരു സംഗതി പറഞ്ഞും കേട്ടിട്ടില്ല, സൺഡേ സ്കൂളിലോട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എന്റെ ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ അന്നേരം എനിക്കതൊന്ന് ഭയങ്കര വിഷമമായി. ഞാൻ അന്നേരം പറയൂ, ഇത്രയും നാള് ഞാൻ ചെയ്തത് തെറ്റായിരുന്നല്ല കർത്താവേ, എനിക്ക് എനിക്ക് നേരത്തെ അറിയാൻ പറ്റിയില്ലല്ലോ, ഇപ്പോഴാണല്ലോ. അപ്പൊ എനിക്കൊരു 10-32 വയസ്സ് കാണും, 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ ഇത്രയും നാളും എനിക്കത് അറിയാൻ പറ്റിയില്ലല്ലോ, ഇപ്പോഴാണല്ലോ ഞാൻ അത് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ നാൾ ഇങ്ങനെ കരഞ്ഞോണ്ട് നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ദിവസം കണ്ടിന്യൂസ് വായിക്കാൻ തുടങ്ങി. കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി വചനത്തിൽ കൂടെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സഭകളിലൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ അതുപോലെ തന്നെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മധ്യസ്ഥൻ, കർത്താവായ യേശു ക്രിസ്തു ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു. ഇതൊക്കെ വായിച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങ് എല്ലാം ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ വായിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ റൂമിലേക്ക്, അപ്പൊ ഞാനും എന്റെ അനിയത്തിയും കൂടെ ആയിരുന്നു ഒരു റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അനിയത്തി റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അവള് വേറെ വെളിയിലോട്ട് പോയി. ഞാൻ ആ സമയത്ത് റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പൊ ഫേബർ റേഡിയോയുടെ ഒരു പ്രോഗ്രാം നടക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം ആ പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്ന ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ, അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷിക്കപ്പെടുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് എന്താ പറഞ്ഞെന്നോ അത് കഴിഞ്ഞ് എന്താ പറഞ്ഞെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒറ്റ കാര്യം ഞാൻ കേട്ടു. ആ കേട്ട ഉടനെ അന്ന് എന്നോടത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ ആ സംസാരിച്ച വ്യക്തി ആരാണെന്നോ ഞാൻ ആരാണെന്നോ ആ ദേവദാസനോ ആ ദേവദാസൻ ആരാണെന്ന് എനിക്കും അറിയത്തില്ല. ഈ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അന്നേരം തന്നെ അവിടെ മുട്ടുകുത്തി അവിടെ ആ ദേവദാസനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി ജീവിതത്തിൽ സ്വീകരിച്ചു. അതാണ് എന്റെ രക്ഷയുടെ ആദ്യത്തെ പടി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വേദപുസ്തകം വായിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു അവിടെ ഒരു എക്യുമെനിക്കൽ പ്രയർ സഭ ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമായിരുന്നു ബാക്കി അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ആത്മീയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ. ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വേദപുസ്തകം വായിക്കും. ഒരു സീനിയർ സിസ്റ്റർ ഉണ്ടായിരുന്നു, തങ്കമ്മി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിക്ക് നല്ല അനുഭവ സാക്ഷ്യങ്ങളുള്ള പുള്ളിക്കാരത്തി. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളൊക്കെ വായിച്ചതിന്റെ നല്ല നല്ല സാക്ഷ്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു കാലം അങ്ങനെ കുറച്ചു നാൾ അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ
ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ട് എന്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നിർബന്ധിക്കുന്നു, മമ്മിക്ക് വരാനും പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നു, എന്നാ നാട്ടിൽ പോയേക്കാം, നാട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് എന്നോട് ഒരു കാര്യം ചോദിച്ചു. നിനക്ക് ഞാൻ ഇവിടെ ഇത്രയും സാഹചര്യം ഒരുക്കി തന്നിട്ട് നീ എന്തുകൊണ്ട് സ്നാനപ്പെട്ടില്ല എന്ന് ദൈവം നിന്നോട് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയുന്നു? അപ്പൊ അതെനിക്കൊരു പുതിയ അനുഭവമാണ്. അങ്ങനെ ഒരു സ്നാനപ്പെടുന്ന കാര്യത്തെ കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ മാമോദീസ സ്വീകരിച്ചല്ലേ അതിന്റെ ആവശ്യമുള്ളായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു കർത്താവിനോട്, കർത്താവെ, ഞാൻ മാമോദീസ സ്വീകരിച്ച ഒരാളാ, ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പം ഞാൻ പിന്നെ വേദപുസ്തകം തുറക്കുമ്പോഴൊക്കെ കിട്ടുന്നത് കർത്താവിന്റെ ഈ ഈ വേദപുസ്തകത്തിൽ എവിടെയൊക്കെ സ്നാനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ അതാ എനിക്ക് കിട്ടുന്ന മുഴുവൻ. ആ സ്നാനത്തെ കുറിച്ച് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിചാരിതമായിട്ട് വന്നു പോകുന്ന, പക്ഷെ അത് സ്നാനത്തെ കുറിച്ചുള്ളതായിരിക്കും. അങ്ങനെ വേദപുസ്തകത്തിൽ എവിടെല്ലാം സ്നാനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ അതെല്ലാം എന്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് എന്നോട് കർത്താവ് ചോദിച്ചു, നീ ഇത്രയും വായിച്ചെങ്കിൽ നീ എവിടെയെങ്കിലും ശിശു സ്നാനത്തെ കുറിച്ച് വായിച്ചോന്നു? അപ്പൊ ശരിയാ, ശിശു സ്നാനത്തെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുമില്ല, ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ അത് സ്നാനം വേണമെന്നുള്ളതൊരു കമ്പൽസറി ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, കർത്താവെ, അഥവാ ഇത് അത്യാവശ്യമാണെന്ന് വരികിൽ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സ്നാനം എടുത്തിട്ടേ പോകത്തുള്ളെന്ന് ഞാൻ ആ സമയത്ത് തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പം യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാട്ടിൽ യോഗ്യൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നു. അപ്പൊ അസാധ്യമായിട്ടുള്ള കാര്യം തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. അപ്പൊ അതേ ഞാൻ പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, അഥവാ ഞാൻ സ്നാനപ്പെടണമെന്നുണ്ടെന്ന് വരില്ല, ആദ്യം എനിക്ക് ആ തീ കൊണ്ടുള്ള അഭിഷേകം എന്താ? അങ്ങനെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു മർത്തോമാക്കാരൻ ഒരു സുവിശേഷകൻ വന്നു. അവിടെ അന്നേരമൊക്കെ പ്രയറിനൊക്കെ പോകാൻ വളരെ ജാഗ്രതയോടെ ഓടിപ്പോവുക, എല്ലായിടത്തും പ്രയറിനൊക്കെ ഓടിപ്പോവായിരുന്നു. അങ്ങനെ വന്നപ്പോ ഒരു പ്രയർ നടക്കുക. ആ പ്രയറിനകത്ത് ഈ അതുപോലെ ഒരു അനുഭവം, ഭയങ്കര തണുപ്പിന്റെ സമയമാണ്, ഞാൻ ചോളൊക്കെ കുറിച്ചിട്ടിരിക്കുവാണ്. പക്ഷെ ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ, ആരാധനയുടെ മധ്യത്തിൽ എന്റെ തലയിൽ ആരോ ഒരു തീക്കട്ട കൊണ്ടിടുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി. ആ തീക്കട്ട എന്റെ ശരീരം മുഴുവൻ, തലയിൽ നിന്ന് താഴോട്ട് ഊർന്നിറങ്ങി കാലിന്റെ പാദത്തിൽ വരെ ചെന്നു. അങ്ങനെ ആ ഒരു അനുഭവം കർത്താവ് എനിക്ക് തന്നു. അപ്പൊ എനിക്കത് മനസ്സിലായി, അങ്ങനെ സ്നാനപ്പെടുന്നത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവിടെ ഒരു ഇന്റർനാഷണൽ പ്രയർ ഉണ്ട്. അവിടെ എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഫിലിപ്പിനോസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ഒത്തിരി രാജ്യത്തുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാരും കൂടെ കൂടുന്ന ഒരു സഭ ഇന്റർനാഷണൽ പ്രയർ. അവിടെ എല്ലാ വർഷവും ഡിസംബർ 31-ാം തീയതി സ്നാനം നടക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, എനിക്കിതുപോലെ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അതിനകത്ത് എന്റെ പേര് കൊടുത്ത് അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അത് കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞു. 31 ഡിസംബറിലായിരുന്നു സ്നാനപ്പെട്ടത്. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞു. ഞാൻ നാട്ടിലേക്ക് വരാനിരിക്കുകയാണ്. കോൺട്രാക്ട് ഫിനിഷ് ചെയ്ത് നാട്ടിലേക്ക് വരാനിരുന്ന സമയത്താണ് ഞങ്ങളുടെ മിനിസ്ട്രി, ഞങ്ങളുടെ ഹോസ്പിറ്റലുകാര് എയർലൈൻസുകാർക്ക് ഒത്തിരി പൈസ അവർ കൊടുക്കാനുണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി കടബാധ്യത ഉണ്ടായി. ഒത്തിരി പൈസ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നത് കൊണ്ട് എയർലൈൻസുകാർ ടിക്കറ്റ് ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാതിരുന്നുകൊണ്ട് എനിക്ക് വീണ്ടും, ഞാൻ അന്നേരം ഓർത്ത്, കർത്താവെ, ഞാൻ ടിക്കറ്റ് കിട്ടുമെന്നോർത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഞാൻ 1 ഇയർ കഴിയുമ്പം ഒരു സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ നോക്കിയിരുന്നപ്പം ഈ ടിക്കറ്റ് കിട്ടത്തില്ല, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ഓഫീസിൽ പോയി ഇങ്ങനെ ചിന്തിച്ച് മനസ്സിനങ്ങ് ഒരു വിഷമം തോന്നി. കർത്താവെ, ഞാൻ വെറുതെ ആയിപ്പോല്ലോ ഇത്രയും ദിവസം നിന്നത്, എന്നാ പിന്നെ നേരത്തെ എനിക്കങ്ങ് പോകാമായിരുന്നു, ടിക്കറ്റ് കിട്ടത്തില്ലായിരുന്നെങ്കിൽ. ഇതിപ്പോ ഇത്രയും ദിവസം നിന്നിട്ടും ടിക്കറ്റ് കിട്ടത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ പൈസ തന്നെ എടുത്ത് ടിക്കറ്റ് എടുക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വാക്യം വന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, കർത്താവാണ് എന്നോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞത് കർത്താവാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അത് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 96 ജൂലൈയില് ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് വന്ന സമയത്തൊന്നും ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു.
എനിക്ക് അതിനിടയ്ക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. അപ്പം ഈ ജോലി അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ജോലിക്ക് ജോയിൻ ചെയ്യാം, അവിടെ എന്തെങ്കിലും ഇച്ചിരി പൈസ നമ്മൾ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. അതിന് പുള്ളിക്ക് ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ല. എന്റെ മനസ്സിൽ അന്നേരം വന്നു കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണെന്ന്. ഞാൻ പറഞ്ഞു കൈക്കൂലി കൊടുത്ത് എനിക്ക് ജോലിക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ തള്ളിക്കളഞ്ഞു. അപ്പം അങ്ങനെ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞപ്പം വേറൊരു സ്ഥലത്ത് അവിടെ ഒരു ഫാമിലി പ്ലാനിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു 5 വർഷത്തെ ഒരു പ്രൊജക്ട് തുടങ്ങി. അപ്പൊ ആ പ്രൊജക്ടിനകത്ത് അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് പറഞ്ഞു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ഉച്ച കഴിഞ്ഞുള്ള ഒരു ജോലി വേണം. കാരണം കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന ഉച്ച കഴിഞ്ഞൊരു ജോലി. അപ്പൊ നേഴ്സുമാർക്ക് ഇവിടെ ഉച്ച കഴിഞ്ഞുള്ള ജോലി കിട്ടുന്നത്, ഉച്ച കഴിഞ്ഞുള്ള ജോലി കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. പക്ഷെ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് വേണ്ടി ഒരു ക്ലിനിക്ക് തന്നെ അവിടെ തുറന്നു. സ്തോത്രം, ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്ലിനിക്ക്, ആ ക്ലിനിക്കിനകത്ത് ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, ഒരു അറ്റൻഡർ, ഈ 3 പേരെ വെച്ചുണ്ട്. അങ്ങനെ കർത്താവ് എനിക്ക് അവിടെ വഴി തുറന്നു. അങ്ങനെ ഒരു 6 മാസം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ സാലറി കുറവാണ്, 1500 രൂപ സാലറി ഉള്ളപ്പോ ഞാൻ പറഞ്ഞു ഇത് പോരല്ലോ കർത്താവെ, എനിക്ക് ഫുൾ ടൈം ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ അവിടെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ചിനെ ജർമ്മനിക്ക് പറഞ്ഞു വിട്ടിട്ട് ആ സ്ഥാനത്ത് എന്നെ എടുക്കാൻ തക്കവണ്ണം കർത്താവ് ഇവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഞാനൊരു ദിവസം എന്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ഞാൻ ഇച്ചിരി നേരത്തെ റിപ്പോർട്ടൊന്നും ചോദിക്കാനാണ് ഞാൻ മാനേജറെ കാണാൻ നിന്നത്. അപ്പം മാനേജറിനെ കാണാൻ നിന്നപ്പോ മാനേജർ എന്നെ കണ്ടിട്ട് ചോദിക്കുക, സിസ്റ്റർ നിനക്ക് ഞങ്ങളുടെ കൂടെ മോർണിംഗിൽ ജോയിൻ ചെയ്താൽ എന്താ കുഴപ്പമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമല്ല. അപ്പൊ എനിക്കത് കേട്ടപ്പോ സന്തോഷം തോന്നി. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ അവിടെ എനിക്ക് പിന്നെ ഫുൾ ടൈം ജോലി കിട്ടാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 5 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കയറി ഏതെങ്കിലും വീടുകളിലൊക്കെ കയറി ഇങ്ങനെ സാക്ഷ്യം പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ എനിക്ക് ഒരിക്കൽ വേറൊരു ഞാനിത് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കുമായിരിക്കും, അതൊക്കെയാണോ സാക്ഷ്യമെന്ന് ചോദിക്കുമായിരിക്കും. ഞാനൊരു ദിവസം ഇങ്ങനെ കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ കറിവേപ്പിലയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവെ, വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു കർത്താവെ കറിവേപ്പില ഇല്ലല്ലോ, ഇച്ചിരി കറിവേപ്പില കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മീനിനകത്ത് ഇടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പം ആരോ വന്ന് കതകി കുട്ടി. ഞാൻ കതകി എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ മുൻവശത്ത് താമസിക്കുന്ന ആന്റി, മലയാളിയാ ആന്റി, ഒരു കൊമ്പ് കറിവേപ്പിലയും കൊണ്ട് ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ സ്തോത്രം പറഞ്ഞത് വാങ്ങിച്ചു. അങ്ങനെ ഈ സംഗതി ഞാനപ്പം ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരത്തിയോട്. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുക. അവളൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. പക്ഷേ അവിടെ ഹസ്ബൻഡ് ഭയങ്കര സംശയം. ഹസ്ബൻഡ് ആണെങ്കിൽ ജോലി അവളെ കൊണ്ട് കളയിപ്പിച്ചു. നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് ആ ജോലി കളയിപ്പിച്ചു. അത് കഴിഞ്ഞ് അവൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, അവള് പ്രഗ്നന്റാ, അവൾക്കൊന്നും വാങ്ങിക്കാൻ അവിടെ പൈസ ഇല്ല, ശമ്പളമില്ല, അവൾ ആകെപ്പാടെ കഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, പിന്നെ ഈ സാക്ഷ്യം ഞാൻ അവളോട് പറഞ്ഞു. അപ്പൊ അവളുടെ മൂത്ത മോന് മാങ്ങാപ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോനെ മാങ്ങാപ്പഴം കഴിക്കണമെന്ന് പറഞ്ഞ് എന്റെ പൈസ ഇല്ല വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ ഈ കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അവൾ അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ആ അമ്മാമ്മയ്ക്ക് കറിവേപ്പില വേണമെന്ന് പറഞ്ഞപ്പോ കർത്താവ് കറിവേപ്പില വേണമെന്ന് കൊടുത്തല്ലോ, എന്റെ മോന് മാങ്ങാപ്പഴം വേണമെന്ന് പറയുന്നു, അവന് കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ഇവള് പ്രാർത്ഥിച്ചു. അവള് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല, അന്ന് അവളുടെ ഹസ്ബൻഡ് വന്നപ്പോ 1 കിലോ മാങ്ങാപ്പഴം കൊണ്ടാ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാക്ഷ്യം പറഞ്ഞവർ ഓരോരുത്തർക്ക് അത് വിശ്വാസമായി, വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലും അത് പ്രയോജനപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.
അത് കഴിഞ്ഞ് പിന്നെ ഈ 5 വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോൾ അത് അടയ്ക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, എന്റെ കർത്താവെ, ഞാൻ ഇനി എന്തോ ചെയ്യും, ഞാൻ ഇവിടെ പോകുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ മനസ്സിലൊരു ഇത് വന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന യമനിൽ തന്നെ ഒരു ബ്രദർ ഉണ്ട്, ഈ ആത്മീയ ബ്രദറാണ്. ആ ബ്രദറിന്റെ പേരിൽ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഒരു ബയോഡേറ്റ ഉണ്ടാക്കി ആ പുള്ളിക്കാരൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബയോഡേറ്റ റെഡിയാക്കി ആപ്പിലേക്ക് അയച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ബ്രദർ എവിടെയാണ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. അപ്പൊ ആ ബ്രദർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു ഹോസ്പിറ്റൽ, ആ സാധാരണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വേക്കൻസി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. സിസ്റ്റർ എന്നാ ആദ്യം ചെയ്ത ഹോസ്പിറ്റലിലേക്ക് തന്നെ അയക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഫണ്ട്സ് അവിടെ റിസൈൻ ചെയ്ത് പോയിരുന്നു, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, സാരമില്ല, ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിരുന്നപ്പം ഈ ഡിസംബറിലാണ് ഈ ഹോസ്പിറ്റല് അടയ്ക്കുന്നത്. അപ്പൊ ഒരു ഒക്ടോബർ ആയപ്പം അവിചാരിതമായിട്ട് ആ ബ്രദറിന്റെ ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എത്രയും പെട്ടെന്ന് സിസ്റ്റർ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അയച്ചതാ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ചെന്നപ്പം ആ മാനേജര് ഒരിക്കലും ആർക്കും കൊടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നെ. എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ മാനേജറെ കുറിച്ച് എല്ലാവരും തെറ്റായത്, അങ്ങനെ വല്ലാത്ത മനുഷ്യനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആ മനുഷ്യൻ തന്നെ. എന്നിട്ട് ആ മനുഷ്യൻ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്നോട്, യു വിൽ ഷുവർലി ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്കും കൂടെ പറഞ്ഞാണ് എനിക്കത് തന്നത്. അങ്ങനെ ഞാൻ ആ എളുപ്പം ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഒരു 2 മാസത്തിനകം, അതായത് നവംബർ ഡിസംബർ 31 ആകുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് പോകത്തക്കവണ്ണം കർത്താവിന്റെ കൃപ എന്റെ മേൽ ചൊരിഞ്ഞു. കർത്താവ് എനിക്ക് വേണ്ടി അതും അവിടെ ഒരു വേക്കൻസി ഇല്ലാതിരുന്നത് ഉണ്ടാക്കി തന്ന കർത്താവ്. അങ്ങനെ അവിടെ ഒരു വേക്കൻസി കിട്ടി. അങ്ങനെ ഞാൻ ഡിസംബർ 31 തീയതി ഇവിടുന്ന് 30 ഇവിടുന്ന് പോയി. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വിശ്വാസത്തെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര എതിർപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പോകാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരനും ഭയങ്കര, എന്റെ ഹസ്ബൻഡിനും ഭയങ്കര സങ്കടം, വിഷമം. അങ്ങനെ എന്റെ കൂടെ വരാനും ഒന്നിനും സമയമില്ല. പുള്ളിക്കാരന് ഈ ആസ്മയുടെ അസുഖമുള്ളതുകൊണ്ട് ഈ എന്റെ കൂടെ ബോംബെക്ക് വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്ന ചർച്ചില് പാസ്റ്റർ എന്നോട് പറഞ്ഞു, അമ്മമ്മ വിഷമിക്കണ്ട, ഞാന് ഇവിടെ ബോംബെക്കാർ 2 പിള്ളേരുണ്ട്, അവരിൽ ആരെങ്കിലും ഒരാളെ കൂട്ടി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ കൂട്ടി വിട്ടു. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു, എല്ലാം ശരിയായി. ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ പോകാൻ തക്കണം കർത്താവിടെ. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെക്കാട്ടി വലിയൊരു കാര്യം. എനിക്ക് 5 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞാനത് ആരോടും പറഞ്ഞില്ല, എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒരു തേർഡ് പേഴ്സൺ അറിയത്തില്ല. ആ ബ്ലീഡിങ് കാരണം കൊണ്ട് ഞാൻ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എഴുതിയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, സിസ്റ്റർ നീ ഒത്തിരി വിളവിയിരിക്കുന്നല്ലോ, ഇനി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം വിളവിയതിന്റെ കാരണം എന്നാണ്. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. ഏതായാലും ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്കൊരു സംശയം തോന്നിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. ചെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് എടുത്തപ്പോ എന്റെ യൂട്രസിനകത്ത് ഒരു സിസ്റ്റ് ആണ് കണ്ടത്. ആ സിസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എനിക്ക് ആ യൂട്രസ് സിസ്റ്റ് റിമൂവ് ചെയ്യാനോ ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നുമുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ മനസ്സിനകത്ത് വിഷമമുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ചെറുതാ, മരിച്ചാൽ എങ്ങനെയാണെന്നുള്ള ചിന്തയുണ്ട്. കാരണം എനിക്ക് ആ രക്ഷയുടെ മാർഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചതാ. അന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ വിചാരിച്ചു. പക്ഷെ അന്ന് കർത്താവ് എനിക്ക് ഒരു ഇത് തന്നു. കർത്താവ് എന്നോട്, ഞാൻ ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് യേശു കർത്താവ് ഒത്തിരി പേരെ സുഖപ്പെടുത്തിയത് ആ വായിച്ചിടത്തുനിന്നെല്ലാം എന്റെ മനസ്സിലിങ്ങനെ കൊണ്ടെത്തന്നിട്ട് എന്നോട് പറയുക, യേശു ആരുടെയെങ്കിലും ജാതി ചോദിച്ചോ, മതം ചോദിച്ചോ,
ഒരാഴ്ച ഫാസ്റ്റിംഗ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അന്നേരം ആ സൗഖ്യം കൊടുത്ത എല്ലാവർക്കും, ആരോടും ഒരു വ്യവസ്ഥയും വെച്ചില്ല. ആ ഒരു വ്യവസ്ഥയും വെക്കാതെ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, അത് അന്ന് യേശു കർത്താവ് ലോകത്തിൽ ജീവനോടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് യേശു കർത്താവ് ലോകത്തിൽ ജീവനോടെ ഇല്ല. എന്ന് പറഞ്ഞാല് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, പുനരുത്ഥാനം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം അപ്പൊ എന്റെ മനസ്സിൽ എളുപ്പം വേറെ ഒരു കൺവെൻഷന് ഞാൻ ഒരു കാര്യം കണ്ടത്. ഒരു കൺവെൻഷൻ നടക്കുക. അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ ആക്സിഡന്റ് ആയി, ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ ഭയങ്കര ആരാധന നടക്കുന്ന ആ ബാഗിൽ ഇരുന്ന മനുഷ്യൻ ആരാധനയുടെ സമയത്ത് നടന്ന് സ്റ്റേജിന്റെ മുമ്പിൽ വന്നു. അപ്പൊ സ്റ്റേജിന്റെ മുമ്പിൽ വന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് ഒരാൾ ചോദിച്ചു, എന്താ വന്നേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, എനിക്ക് ആക്സിഡന്റ് പറ്റി, എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന്, പക്ഷെ യേശു കർത്താവ് ഇപ്പൊ എനിക്ക് സൗഖ്യം തന്നെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എനിക്കൊരു എനിക്ക് എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തുമായിരുന്നു. അപ്പം യേശു കർത്താവ് അന്ന് മാത്രമല്ല ഇന്നും സൗഖ്യം കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം എനിക്ക് എന്റെ മനസ്സിൽ വന്നു. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, കർത്താവെ അങ്ങനാണെന്ന് വരികിൽ എനിക്കും ആ സൗഖ്യം മതി, നിന്റെ കരം കൊണ്ടുള്ള സൗഖ്യം മതി എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന ഒരു വാക്ക് ഞാൻ എന്റെ റൂമിൽ ഇരുന്നോണ്ടാണ് ഞാൻ ആ ഇരുന്ന ഇരിപ്പിൽ കർത്താവിനോട് പറഞ്ഞു. ആ നിമിഷം എന്റെ ബ്ലീഡിങ് നിന്നു. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് എനിക്ക് ആ നിമിഷം സൗഖ്യം തന്നു. അത് കഴിഞ്ഞ് പിന്നെ യൂട്രസിന്റെ അകത്ത് സിസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്ന് അറിയണമല്ലോ. ബ്ലീഡിങ് നിന്നെങ്കിലും സിസ്റ്റിന്റെ കാര്യം അറിയത്തില്ലല്ലോ, അത് അകത്തിരിക്കുന്ന കാര്യം ആർക്കും പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഒരാളോട് സാക്ഷ്യം പറഞ്ഞാൽ തന്നെ അവർ ചോദിക്കത്തില്ലേ, നിന്റെ വയറിനകത്തിരിക്കുന്ന സാധനം പോയോ ഇല്ലയോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാനൊരു കാരണം വേണ്ടേ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒന്നുകൂടെ ഒന്ന് അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ അൾട്രാസൗണ്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേറൊരു സാക്ഷ്യം കർത്താവ് ഇങ്ങനെ കാണിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ലീവിന് ചെന്നപ്പം അവിടെ ഈ ഒക്ടോബറിലൊക്കെ ദീപാവലിയുടെ സമയത്ത് വലിയ മേള നടക്കും. ഈ മേള നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നാനാ ഭാഗത്തുനിന്ന് ബിസിനസ്സുകാർ വരും ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അന്ന് കൂടിക്കൊണ്ടിരുന്ന ചർച്ചിൽ ഒരു ഹൈദരാബാദുകാരൻ അനിൽ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണായിരുന്നവര് ആ മോൻ വന്നിട്ട് അവനൊരു സാക്ഷ്യം പറഞ്ഞു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പപ്പായ്ക്ക് ശരീരം ക്ഷീണിക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഈ ശരീരം ക്ഷീണിക്കുന്ന അസുഖം പുള്ളിക്കാരനൊന്നും അറിയത്തില്ല, പക്ഷെ കാണുന്നവർക്കറിയാം ഈ ശരീരം ക്ഷീണിക്കുന്നു. അപ്പം അവരെല്ലാരും പറഞ്ഞു, പപ്പായൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്തു, പപ്പായ്ക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, എന്താണെന്ന് അറിയാമല്ലോ. അങ്ങനെ ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പ് ചെയ്യിച്ചപ്പം ആ മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് എല്ലാം ദ്രവിച്ചിരിക്കുക. അപ്പം ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന് മെഡിക്കൽ സയൻസില് ട്രീറ്റ്മെന്റ് ഇല്ലെന്ന്. ആ മനുഷ്യൻ ആകെ തകർന്നു പോയി. ആ തകർന്ന മനുഷ്യന് വന്നു കഴിഞ്ഞിട്ട് തന്റെ ഒരു ബാല്യകാലമല്ല, ഒരു പഴയ ഒരു സുഹൃത്തിനെ കണ്ടു. പഴയ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞ ഉടനെ ആ സുഹൃത്ത് ചോദിച്ചത്, നിനക്ക് എന്നാ പറ്റി, നീ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം ആ പുള്ളി ഒരു വിശ്വാസിയായിരുന്നു, ഇവര് ബ്രാഹ്മൺസും. ആ പുള്ളി പറഞ്ഞു, അത് വിഷമിക്കണ്ട, മെഡിക്കൽ സയൻസിലല്ലേ ട്രീറ്റ്മെന്റ് ഇല്ലാത്തത്, എനിക്കൊരു നല്ല ഡോക്ടറിനെ അറിയാം. ഓ സ്തോത്രം, ആ ഡോക്ടർ എല്ലാ രോഗത്തിനും സൗഖ്യം തരുന്ന ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ ആ മനുഷ്യനെ വിളിച്ചോണ്ട് അവരുടെ ചർച്ചിൽ കൊണ്ടുപോയി. അവരുടെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പം ഈ മനുഷ്യന്റെ ശരീരത്തിനൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസം വരുന്നത് പോലെ ആ മനുഷ്യൻ അനുഭവപ്പെട്ടു. പക്ഷെ എന്ന് വരികിലെ ആ മനുഷ്യൻ അന്നേരം ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ മനുഷ്യൻ വീണ്ടും ആ ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പം ആ മനുഷ്യന്റെ ശരീരത്തിലെ ഇന്റേൺ ഓർഗൻസ് എല്ലാം പുതിയത് ദ്രവിച്ചിരുന്നതിന്റെ സ്ഥാനത്തെല്ലാം പുതിയ അവയവങ്ങൾ വന്നു. അപ്പൊ ആ ഡോക്ടർ തന്നെ ചോദിച്ചു, വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചു, എന്തെങ്കിലും മരുന്ന് എടുത്തോ? എന്നാലും പറഞ്ഞില്ല, ഞാനൊരു പ്രാർത്ഥന ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചതാ, ആ പ്രാർത്ഥന യേശു കർത്താവ് എനിക്ക് സൗഖ്യം തന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നോട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ മനുഷ്യൻ രണ്ടാമത് പോയി
രണ്ടാമത് പോയി ചെക്കപ്പ് ചെയ്തത് കൊണ്ടല്ലേ ആ മനുഷ്യന്റെ ഇന്റേണൽ ഓർഗൻസ് ദ്രവിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ പുതിയ അവയവങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് രണ്ടാമത് പോയി ചെക്കപ്പ് ചെയ്യുന്നത് തെറ്റെല്ലാം ഒരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ യൂട്രസിനകത്ത് സിസ്റ്റ് ഇല്ല. അങ്ങനെ ആ സിസ്റ്റ് കർത്താവ് മാറ്റി തന്നു. ഓപ്പറേഷൻ ഇല്ലാതെ, മരുന്നില്ലാതെ, സ്തോത്രം ഹല്ലേലൂയ, മരുന്നില്ലാതെ, പൈസ മുടക്കില്ലാതെ കർത്താവ് എന്റെ ഓപ്പറേഷൻ ചെയ്തു. തുന്നി കെട്ടിയില്ല, മരുന്ന് വെച്ച് കെട്ടിയില്ല, സ്റ്റിച്ച് എടുത്തില്ല, ഒന്നും ചെയ്തില്ല. ഫ്രീ ആയിട്ട്, സകലതും ഫ്രീ ആയിട്ട്. ആമേൻ, സ്തോത്രം. അവിടുന്ന് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു, എനിക്കിങ്ങനെ കർത്താവ് സൗഖ്യം തന്നു എന്ന്. അപ്പം അവരൊക്കെ അതിനെ ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. അതൊക്കെ അങ്ങനെയൊക്കെ വരുന്നതാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല. ആരോടും പറയാതെ ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്റെ വീടിന്റെ അടുത്ത്, എന്റെ വീടിന്റെ താഴ്വശത്ത് താമസിക്കുന്ന ഒരു സഹോദരി മരിച്ചപ്പോ ഞാൻ അവരുടെ വീട്ടിൽ ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. ആ പുള്ളിക്കാരത്തിക്ക് അന്നത്തെ എന്റെ ഏകദേശം പ്രായമായിരുന്നു. ആ പുള്ളിക്കാരത്തിയുടെ ശരീരത്തിലെ 7 ഓപ്പറേഷൻ കഴിഞ്ഞു, 10-12 ലക്ഷം രൂപയും മുടക്കി. എന്നിട്ടും ആ ഡോക്ടറിനോ ആ മരുന്നിനോ ആ പൈസയ്ക്കോ ഒന്നും ആ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ട് എന്റെ വീട്ടിലോട്ട് കയറി വരുമ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, 7 ഓപ്പറേഷനോ? എനിക്ക് ഒരു ഓപ്പറേഷനും കേട്ടിട്ട് എനിക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ പുള്ളിക്കാരത്തി അപ്പൊ എത്രമാത്രം വേദന സഹിച്ചു കാണുമെന്ന്. അപ്പൊ എന്നോട് കർത്താവ് പറയുക, നീയും അതുപോലെ ഒരാളായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് എന്റെ ജീവിതത്തിൽ, മറ്റുള്ളവർ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാലും കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നത് അതൊരു വലിയ സൗഖ്യമാണ്. അപ്പൊ 10 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ ആയുസ് എനിക്ക് നീട്ടി തന്നില്ലേ? അന്ന് എന്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരുന്നു. ഇന്ന് അവരൊക്കെ വളർന്നു, അവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരായി. അപ്പം എനിക്ക് കർത്താവ് ചെയ്ത് നിസ്സാര കാര്യമില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി എന്റെ മുൻപിൽ അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് കർത്താവ് തന്ന സൗഖ്യത്തെ കുറിച്ച് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ ഞാന് സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ അടുത്തിരിക്കും. അങ്ങനെ വലിയ വലിയ സാക്ഷ്യങ്ങളൊന്നും ഇതുപോലെ പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്റെ അടുത്ത് നിൽക്കുന്നവര് ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ കയറുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇച്ചിരി നേരം അടുത്ത് നമ്മളൊരു കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് നമുക്കത് പറയാനുള്ള സമയം കിട്ടുമെന്നുള്ള സാഹചര്യം ഉള്ളിടത്തെല്ലാം ഞാൻ പിന്നെ അത് സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ വന്നു. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആകെപ്പാടെ പുലിവാല്. ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞ് അവിടുത്തെ ആ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഭോപ്പാലിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നാട്ടിൽ വന്നതാ. ഒരു ബാഗ് അത് 2-3 ജോഡി ഡ്രസ്സും ആയിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, സ്ഥലം വാങ്ങിച്ചില്ല, വീടൊക്കെ ആയില്ല, എന്നാ ഇനി പോകണ്ട. ആ നാട്ടില് അധികം നാളൊന്നും ജീവിച്ചില്ല. SSLC പാസ്സായപ്പോ പോയതല്ലേ. അപ്പം അവിടുന്ന് നാട്ടിൽ ജീവിക്കാനുള്ള ഒരു സന്തോഷം കൊണ്ട് പോകാതിരുന്നു. അപ്പം എന്നോട് ഹസ്ബൻഡ് പറയുന്നുണ്ട്, നിന്റെ ഈ പ്രാർത്ഥനയൊന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് തോന്നിയ പോലെ ഒന്നും പോകാമെന്നൊന്നും നീ വിചാരിക്കേണ്ട. പക്ഷെ അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ല. ഞാൻ എവിടെ പോണം, പ്രാർത്ഥനയ്ക്ക് പോണം, എവിടെ പോണം. പക്ഷെ യാക്കോബായിക്ക് വേണ്ടി പോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞില്ല, പോട്ടെ, അതൊക്കെ പിന്നീട് എനിക്ക് പറയാം. അപ്പം അങ്ങനെ പോകാൻ മനസ്സ് വന്നില്ല. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പം എനിക്ക് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറിയാക്കണം. കാരണം ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് ആരെയും കാണാനുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെയും പരിചയമില്ല, പറയാൻ ആരുമില്ല, അവിടെ ഒന്നും ആരെയും അറിയത്തുമില്ല. അങ്ങനെ ഇരുന്നപ്പം ഒരു ഹോസ്പിറ്റലില്, ഇവിടെ റാന്നി തന്നെയുള്ള ഒരു ഹോസ്പിറ്റല്, ഒരു വേക്കൻസി, എനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞ് ഞാൻ 1-2 പേരോടൊക്കെ പറഞ്ഞു. അവരുടെ റെക്കമെൻഡേഷനിൽ എനിക്ക് ജോലി തരാൻ അവരാരോടൊക്കെ പറഞ്ഞെടുത്ത്. പക്ഷെ സാലറി ഒന്നും ശരിയായില്ല.
അങ്ങനെ ഞാൻ പിന്നെ പോകുന്നില്ലെന്ന് വെച്ചു. അങ്ങനെ ഇരുന്നപ്പം ഒരു അഡ്വർടൈസ്മെന്റ് വന്നു പേപ്പറിനകത്ത്. പക്ഷേല് ആ അഡ്വർടൈസ്മെന്റ് കണ്ടത് ഞാൻ ആദ്യം ജോലിക്ക് ചെന്ന ആ സ്ഥാനത്തെ ആ അഡ്മിനിസ്ട്രേറ്ററാണ്. ആ വ്യക്തിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ഇന്റർവ്യൂവിന് ചെന്നപ്പം കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ആ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇന്ന ഹോസ്പിറ്റലില്, മേനാന്തോട്ടം ഹോസ്പിറ്റലിൽ ഒരു സീനിയർ സിസ്റ്ററിന്റെ ഒരു സൂപ്പർവൈസറിന്റെ വേക്കൻസി കിടക്കുന്ന കണ്ടു, സിസ്റ്റർ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എളുപ്പം അതെടുത്ത് നോക്കി പേപ്പറിനകത്ത് കണ്ടു. അതെല്ലാം ആപ്ലിക്കേഷനെല്ലാം റെഡി ആക്കിക്കൊണ്ട് ഞാൻ എളുപ്പം അവിടെ ചെന്നു. അവിടെ ചെന്ന് അത് കൊടുത്തിട്ട് പോരുന്നു. അവര് വിളിക്കാമെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു, വിളിച്ചു. എനിക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുമ്പം അവിടെ ഇങ്ങനെ ഈ സുവിശേഷകന്മാരൊക്കെ വന്ന് ട്രാക്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ആ ടേബിളിൽ വെച്ചിട്ട് പോകുമായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുന്ന ഉടനെ ഞാൻ ഈ ആദ്യം ടേബിളിൽ ഇരിക്കുന്ന ട്രാക്റ്റാണ് നോക്കുന്നത്. എല്ലാത്തിന്റെയും അതിന്റെ ഇത് ഹെഡിങ് നോക്കും. ഹെഡിങ് നോക്കിയിട്ട് എനിക്ക് വായിക്കണമെന്ന് തോന്നുന്നതെല്ലാം ഞാൻ അതിനകത്തുനിന്ന് എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോയി ഞാൻ അത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും കൊണ്ട കൊടുക്കുമായിരുന്നു. റൗണ്ട്സിന് പോകുന്ന ഉടനെ ഞാൻ ഓരോരുത്തർ കൊണ്ടു കൊടുക്കും. നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത് വായിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പം എല്ലാവർക്കും ഈ ജോലിയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും അതിന്റെ ദേഷ്യം എന്നോട് തീർക്കുന്നത് ഈ കാര്യം പറഞ്ഞു. ഇവരെന്നിട്ട് സൂപ്രണ്ടന്റിന്റെ അടുത്ത് നിന്ന് കംപ്ലൈന്റ് പറയും, സിസ്റ്റർ ഞങ്ങളോട് പിന്നെ സുവിശേഷം പറഞ്ഞിട്ട് ഞങ്ങൾ കേൾക്കാഞ്ഞുകൊണ്ട് സിസ്റ്റർ ഞങ്ങളെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൂപ്രണ്ടന്റ് അടുത്ത് നിന്ന് വഴക്ക് പറയാൻ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം സൂപ്രണ്ടന്റ് എന്നെ വിളിച്ചു. സൂപ്രണ്ടന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ചർച്ചിന്റെ അഡ്വർടൈസ്മെന്റ് അല്ല. അപ്പൊ അതൊരു കത്തോലിക്ക ഡോക്ടറാണ്, ഡോക്ടർ സുരേഖ് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു എന്റെ സൂപ്രണ്ടന്റ്. അങ്ങനെ ആ സാർ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ചർച്ചിന്റെ അഡ്വർടൈസ്മെന്റിനല്ല, നിങ്ങളെ ഏൽപ്പിച്ച ജോലി അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എനിക്കതങ്ങ് ഭയങ്കര വിഷമമായി. അവിടുന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞതെല്ലാം കേട്ടേച്ച്, പറഞ്ഞത് ശരിയാണോന്ന് എനിക്ക് അറിയത്തില്ല, എല്ലാം കേട്ടേച്ച് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു സിസ്റ്ററിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഒരു ഹിന്ദു ഒരു സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് മരിച്ചപ്പം എന്നോട് അവിടെ നിന്ന് ഞാൻ ആ പുള്ളിക്കാരത്തിന്റെ അടുത്ത് ചെന്ന് ഇച്ചിരി ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു, ഇച്ചിരി സുവിശേഷമൊക്കെ പറഞ്ഞു, യേശുവിനെ കുട്ടി പറഞ്ഞു, സാരമില്ലടാ, ഇങ്ങനൊക്കെ ആശ്വാസത്തിന്റെ വാക്കുകൾ ഇറങ്ങി. ഈ പുള്ളിക്കാരത്തെയും അവിടെ ചെന്ന് ഞാൻ അവരോട് എന്തൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ ഈ സാറ് അങ്ങനെ വിളിച്ചിട്ട് എന്നോട് അന്ന് ചെന്നപ്പോ എന്നോട് ചോദിക്കുക, നിങ്ങള് ഇന്നയാളിനോട് ഇങ്ങനെ പറഞ്ഞോ, അത് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ പറഞ്ഞു, അത് ഞാൻ ആ കൊച്ചിന്റെ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി ആശ്വാസ വാക്കുകൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു സാറ് അവിടെ ഹോസ്പിറ്റലിൽ തുടങ്ങിയപ്പോൾ മുതൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിനോട് ഞാൻ എന്തോ ഒരിക്കല് ഒരു വാക്യം ദൈവം തന്നിട്ട് ഇത് ആ സിസ്റ്ററിനോട് പറയാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം ആ പുള്ളിക്കാരത്തെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട്, സിസ്റ്ററെ, ഇന്ന വാക്യം വായിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പുള്ളിക്കാരത്തി അന്നേരം ഓക്കെ സിസ്റ്റർ എന്ന് പറഞ്ഞേച്ച് വെച്ചേച്ച് അത് വായിച്ചു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തി ഒരു ഫയറിങ്, നിന്നോട് ആര് പറഞ്ഞിട്ട് എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്നും പറഞ്ഞോണ്ട് എന്നെ ഒരു ഫയറിങ്. അപ്പൊ അതും ചെന്ന് ഈ സൂപ്രണ്ടന്റ് എടുത്ത് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, നീ ആ സിസ്റ്ററിനോട് നീ സുവിശേഷം വേദപുസ്തകം വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, നിങ്ങളുടെ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളോ ഇതൊക്കെ സുവിശേഷം? അവര് പെന്തക്കോസ്തുകാരത്തെയാണെന്ന് അറിയത്തില്ലേ, അവരുടെ വേദപുസ്തകത്തിൽ ഇതൊന്നും എഴുതിയിട്ടില്ല. ഞാനെല്ലാം കേട്ടിരുന്നേച്ച് ഞാൻ പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണം, ദൈവം ഒരു കാര്യം എന്നോട് പറയാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് സാറിന്റെ ഹോസ്പിറ്റലാ, സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ജോലി തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേച്ച് ഞാൻ അവിടെ നിന്ന്. പക്ഷെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. അന്നേരം എനിക്ക് എന്റെ നാവിൽ വന്നത് അങ്ങനെയാണ്. അവസാനം എന്നോട് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, എന്നെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഈ നാമത്തിൽ നിങ്ങളോട് സംസാരിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൗലോസിനെ
പത്രോസിനെ പിടിച്ചപ്പോ പത്രോസിനോട് പറഞ്ഞതുപോലെ ഈ യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞതുപോലെ എന്നോടും പറഞ്ഞു, ഇനി മേലാ പറഞ്ഞേക്കരുതെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. 2 ആഴ്ച വീട്ടിലിരുന്നു. അപ്പോഴത്തേക്ക് വീട്ടിൽ എന്റെ പിള്ളേരെല്ലാരും കൂടെ എന്നോട് അങ്ങ് ബഹളം തുടങ്ങി. മമ്മി ഇനി അങ്ങോട്ട് ജോലിക്ക് പോകണ്ട, എന്തോ വെച്ചോണ്ടാ ഇനി അവരോട് അടുത്ത് ജോലിക്ക് പോകുന്നത്, ഇങ്ങനെ അവരെയൊക്കെ മമ്മിയെ ഇനി അവരൊക്കെ ഏത് രീതിയിലായിരിക്കും കാണുന്നത്. അപ്പം സസ്പെൻഡ് ചെയ്തതല്ല, എനിക്ക് തിരിച്ച് ജോലിക്ക് കയറണ്ടേ. ഞാൻ അന്നേരം പറഞ്ഞു സാരമില്ല മോനെ, ഞാൻ അവിടെ വരെ പോയി ഒന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയിട്ട് വരാം, പറ്റത്തില്ലെങ്കിൽ ഞാൻ അങ്ങ് റിസൈൻ ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് പോയി. എന്തായാലും കൊള്ളാം, ഞാൻ ചെന്നു. രണ്ടാമത് ചെന്നു, കുറച്ചു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഇവിടെ അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത് കൊണ്ടല്ലേ എനിക്ക് അവർ ചെയ്യണ്ട, അവരൊന്നും പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചു. ആ ജോലി വേണ്ടാന്ന് വെച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം മിനിസ്ട്രി, എനിക്ക് ഫുൾ ടൈം കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടിയാ ചെയ്തത്. പക്ഷേ ആ ജോലി കളഞ്ഞതോടെ എന്റെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കൂടെ അങ്ങ് പോയി. ഞാൻ അങ്ങ് വീട്ടിൽ കൂത്തിയിരിക്കുന്ന ഒരു പത്രോസും പൗലോസും ഒക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പോലുള്ള ഒരു അവസ്ഥയായിപ്പോയി. എനിക്ക് പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഈ ഞങ്ങളുടെ അടുത്തൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഈ നഴ്സിംഗ് ഫീൽഡിലൊക്കെ ഈ സുവിശേഷം അറിയിക്കുന്ന കൂട്ടത്തിലായിരുന്നു, ഒരു നേഴ്സസിന്റെ ഇടയില്. അപ്പൊ അങ്ങനെ അവരുടെ കൂട്ടത്തിലൊക്കെ ഞാൻ പോകുമായിരുന്നു മീറ്റിങ്ങിനാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്നോട് പിന്നെ ഞാൻ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങിയപ്പം വീട്ടിൽ എതിർത്തു. നീ ജോലിക്ക് പോകുന്നില്ല, പിന്നെ നീ എന്തോ മീറ്റിങ്ങിനാ പോകുന്നതെന്ന് ചോദിക്കുക. നീ ഇപ്പൊ സുവിശേഷത്തിന്റെ മീറ്റിങ്ങിനാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നേഴ്സസിന്റെ മീറ്റിങ്ങിനാന്ന് പറഞ്ഞാലല്ലേ ഇവിടുത്തെ. അപ്പൊ ജോലി ചെയ്യാത്തവർക്ക് എന്തിനാ നേഴ്സസിന്റെ മീറ്റിങ്ങിന് പോകുന്നത്, ജോലി കളഞ്ഞ ആളിന്. അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം കൂടെ അങ്ങ് പോയി. അപ്പൊ ഞാൻ ആകെപ്പാടെ അങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പതിയെ പതിയെ ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഇച്ചിരി ട്രാക്റ്റും ഒക്കെ കയ്യിലെടുക്കും. പോകുന്ന സമയത്ത് ആരെങ്കിലും കാണുന്നുടനെ അവരോട് നമ്മള് ഇച്ചിരി സംസാരിച്ചു, എന്തോ ആയതെന്നൊക്കെ ചോദിച്ചു, പേരുന്നാളും ഒക്കെ ചോദിച്ചു അവരോട് യേശുവിനെ പറഞ്ഞു. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞു, അല്ലെന്ന് വരിയില്. അങ്ങനെ ആ ഒരു ലെവലിൽ ജീവിക്കുമായിരുന്നു. മക്കൾ എനിക്ക് 2 പെൺമക്കളാണ്. അവരെ രണ്ടുപേരെ വിവാഹം കഴിച്ചയച്ചു. അവര് രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരോട് ജീവിക്കുന്നു. അപ്പം അവര് രണ്ടുപേരും അന്ന് ഓസ്ട്രേലിയയിലായിരുന്നു കൊറോണയുടെ സമയത്ത്. അപ്പൊ ഇളയ മോളിന്റെ ഡെലിവറിക്ക് വേണ്ടി ഞങ്ങൾ പോകുമായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണയുടെ കാര്യം വന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഹസ്ബൻഡ് ജനുവരിയിൽ ഇങ്ങ് പോരുന്നു. ഇപ്പൊ എനിക്കാണെങ്കിൽ ഏപ്രിലേക്കായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പൊ മാർച്ച് 31 ആയപ്പോഴത്തേക്ക് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഒരു 2-2.5 വർഷം ഞാൻ അവിടെ കഴിയേണ്ടി വന്നു. അപ്പൊ എനിക്ക് ഈ ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു, ചിലടത്ത് ഒരു സർവീസ് കഴിയുന്ന ഉടനെ ഞാൻ ഓർക്കുമായിരുന്നു, അയ്യോ അടുത്ത എവിടെങ്കിലും കൂടെ ഒന്ന് പോയതായിരുന്നില്ല. എനിക്കങ്ങനെ തൃപ്തി വരാത്തത് പോലെ ആ വചനം കേൾക്കാനുള്ള ഒരു ആത്മദാഹം, എനിക്ക് ഇനിയും കേൾക്കണം, എനിക്ക് ഇനി ഒരു ഇതിലൂടെ പോകണമെന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവിടെ ഇരുന്നപ്പം ഈ യൂട്യൂബിനകത്തിൽ കൂടെ ഇഷ്ടം പോലെ ഒരു ദിവസം 3-4 സർവീസ് ഒക്കെ കാണത്തക്കതുപോലെ കർത്താവ് എനിക്ക് അതിനുള്ള കൃപ തന്നു. ആ സമയങ്ങളിൽ എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ ദൈവത്തെ ആരാധിച്ചു, ആരാധനയിൽ പങ്കുകൊണ്ടു. വീട്ടിൽ ഇരുന്നോണ്ട് 3-4 സർവീസിനകത്ത് ഞാൻ എൻട്രി ചെയ്യുമായിരുന്നു. സൂമിലൊന്നും കയറിയിട്ടില്ല, അല്ലാതെ ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയായി ഒരു ദിവസം അവിടെ ജോലി ചെയ്യുന്ന, എന്റെ മോളെ കൂടെ ജോലി ചെയ്യുന്ന മകളുടെ ഒരു ഉപ്പാപ്പന് ദോഹയിലോ ഖത്തറിലോ എങ്ങാണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരന് കൊറോണ പിടിച്ചിട്ട് പുള്ളി പേടിച്ചിട്ട് നാട്ടിൽ വരാനായിട്ട് വിസമ്മതിച്ചിരിക്കുക. അപ്പം വീട്ടുകാരെല്ലാം ആകെപ്പാടെ അങ്ങ് വിഷമിച്ചിരിക്കുക. ഈ പുള്ളി വരത്തുമില്ല, പുള്ളി അവിടുന്ന് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. വീട്ടുകാരാണെങ്കിൽ ആകെ വിഷമത്തിൽ, അവിടെ നോക്കാനും ആരുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ആ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണെന്ന്. അവിടെ ചെന്നപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ആ പുള്ളിക്കാരന്റെ ഭാര്യയുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ അവിടുന്ന് ആ ആളിനെ വിളിച്ചിട്ട് അവരോട് ഇതുപോലെ സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിനെ വിടിവിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. യേശു കർത്താവ് സകലരെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കാതെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ കർത്താവ് പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കാത്തവർക്ക് ഒന്നും കിട്ടത്തില്ല. അത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നെന്ന് വചനം പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ പുള്ളിക്കാരത്തി എന്തിനും തയ്യാറാ, എന്ത് കേൾക്കാനും തയ്യാറാ, എന്റെ കൂടെ പ്രാർത്ഥിക്കാനും തയ്യാറാ. പുള്ളിക്കാരത്തിക്ക് എങ്ങനെയെങ്കിലും ആ മനുഷ്യനെങ്കിൽ വീട്ടിൽ വന്നാൽ മതി.
എന്നോട് പറഞ്ഞു, ആന്റി ആ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കിക്കോളാം, പുള്ളി വരത്തില്ല എന്ത് ചെയ്താൽ. അങ്ങനെ അവിടുന്ന് പുള്ളിയുമായിട്ട് സുവിശേഷം ആയി പറഞ്ഞു, യേശു കർത്താവ് വിടുവിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വരാൻ തയ്യാറായി. പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. അതിന്റെ കൂടെ പുള്ളിക്ക് പൈൽസിന്റെ അസുഖം, പുള്ളിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരു അസ്വസ്ഥത. എന്തായാലും കൊള്ളാം. ഇതെല്ലാം കൊണ്ട് എയർപോർട്ടിൽ വന്നപ്പോ, പുള്ളി നാട്ടിൽ വരുക, എയർപോർട്ടിൽ വന്നപ്പോ ആ പുള്ളിക്കാരന് കൊറോണ ഇല്ല, പൈൽസിന്റെ അസുഖങ്ങളെല്ലാം മാറി. കർത്താവ് ആ പുള്ളിക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇതെല്ലാം കർത്താവിന്റെ കൃപയാണ്, ഇതെല്ലാം കർത്താവിന്റെ കരുതലാണ്. എനിക്ക് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ആരും, നമ്മൾക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കാം. ഒറ്റപ്പെടലിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അവിടെ എല്ലാം നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട്. അതാണ് നമുക്കുള്ള സന്തോഷ വാർത്ത. യേശു കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. നമ്മൾ ആരായാലും. യേശുവിന് ജാതിയില്ല, മതമില്ല. യേശുവിന് അങ്ങനെയുള്ള ഉന്നതനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ദരിദ്രനെന്നോ ധനവാനെന്നോ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ ഉള്ള യാതൊരു ഇതുമില്ല. കർത്താവ് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന കർത്താവ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, നിങ്ങളുടെ വിഷയം എന്തുമായിരുന്നാലും, നിങ്ങൾക്ക് ആരോടും പറയാൻ വയ്യാത്ത പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കും. ഒരു പക്ഷം വരിയിൽ നിങ്ങൾ രോഗികളായിരിക്കാം. രോഗത്തിന് സൗഖ്യമുണ്ട് യേശു കർത്താവിന്റെ കരങ്ങളിൽ. അതുപോലെ തന്നെ കടബാധ്യതയിലായിരിക്കാം. കടബാധ്യതയിൽ നിന്ന് വിടുതൽ തരാൻ യേശു കർത്താവിന് കഴിയും. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമാണോ, ഹസ്ബൻഡിന്റെ മദ്യപാനമാണോ, എന്തായിരുന്നാലും അതിന് ഒരേ ഒരു, ഇതിനെല്ലാത്തിനും വിടുതൽ തരാൻ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിയും. കർത്താവ് ഒരു നല്ല ഡോക്ടറാണ്, കർത്താവ് നല്ലൊരു അഡ്വക്കേറ്റ് ആണ്, കർത്താവ് നല്ലൊരു വക്കീലാണ്, നല്ലൊരു വൈദ്യനാണ്, നല്ലൊരു കൂട്ടുകാരനാണ്, നല്ലൊരു സ്നേഹിതനാണ്, നല്ലൊരു എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ എന്റെ ജീവിതത്തില് ആ കർത്താവിനെ രുചിച്ചറിയുവാൻ, വചനം പറഞ്ഞ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അതുപോലെ തന്നെ ആ രുചിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എനിക്ക് എന്റെ സങ്കടം പറയാൻ ആരുമില്ലാതിരുന്ന സ്ഥാനങ്ങളില് ഞാൻ എന്റെ കർത്താവിന്റെ അടുത്ത് പോയിട്ട് പറയുമായിരുന്നു. ചില സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് വന്ന് ചോദിക്കും, നീ ആരോടാ വർത്താനം പറയുന്നത് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ എന്റെ കർത്താവിനോടാ പറയുന്നത്, അല്ലാതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്ത് ആവശ്യം വന്നാലും ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് എന്റെ ആവശ്യങ്ങൾ നടത്തിത്തരും. അത് ഇതുപോലെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് വരിയിലെ വണ്ടിയില്ല, ഒന്നുമില്ല. ബെന്തിന്റെ സമയത്ത് ഗവൺമെന്റ് ഇതുപോലും ഇല്ല, KSRTC ബസ് പോലും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ അന്ന് ജോലിക്ക് ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയ ഉടനെ ഈ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ പുള്ളി വൈകിട്ട് സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടർ ഓടിക്കത്തില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോ, നീ എങ്ങനെ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്കും അറിയത്തില്ല എങ്ങനെയാ പോകുന്നെന്ന്, ബെന്താ, പക്ഷെ വരിയിൽ നിന്നെ വിശ്വസിച്ച് ഞാൻ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പം കടക്കാരൊക്കെ എന്നോട് പറഞ്ഞു, ഇന്ന് ട്രാൻസ്പോർട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഒറ്റ ഒരു വണ്ടി, ഒരു ബൈക്ക് ഒന്നും കാണാനില്ല. പക്ഷെ എന്റെ ബസ് വരുന്ന സമയമായപ്പം 6:45 കണ്ടമ്പേരൂർ ജംഗ്ഷനിൽ ഒരു ഓട്ടോ പെരുമ്പട്ടി സൈഡിൽ നിന്ന് ഓടി പാഞ്ഞു വരിക. കാരണം വഴിയൊക്കെ വിജനമായിരുന്നത് കൊണ്ട് ഒരു ഓട്ടോ ഓടി ഞാൻ എളുപ്പം കൈ നീട്ടി ഉടനെ മനുഷ്യന് കുറെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഞാൻ ചോദിച്ചു, റാന്നിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റാന്നിക്കല്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിച്ചില്ല എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചില്ല. ഞാൻ ആ ബസ്സിന് ആ ഓട്ടോയ്ക്ക് ചാടി കയറി. ആ ഓട്ടോ പോയത് എവിടായിരുന്നു അറിയാമോ ബ്രദറെ? ആ ഓട്ടോ പോയത് മേനാത്തോട്ടം ഹോസ്പിറ്റലിന്റെ വാതുക്കൽ ആ സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ട് എന്നെ ഇറക്കിയെടുക്കും. അതാണ് എന്റെ കർത്താവ്. അതാണ് ഞാൻ പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ നമ്മൾ അവനിൽ ശരണം പ്രാപിച്ചാൽ നമ്മൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. അതാ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയായി. വചനത്തിന് ഒരു മാറ്റമില്ല. മനുഷ്യര് മാറും, മനുഷ്യരുടെ വാക്കുകൾ മാറും, പക്ഷെ കർത്താവ് വാക്ക് പറഞ്ഞാൽ ഒരിക്കലും അത് മാറത്തില്ല. കർത്താവിന്റെ വാക്കിന് ഒരു വ്യത്യാസവുമില്ല. പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ പറയാനുള്ളത്. നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആയതാൽ നമ്മൾ ഒരുപക്ഷെ ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ
അവര് ചിലപ്പോൾ നമ്മളെ നിന്ദിച്ചെന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം, കളിയാക്കിയെന്ന് വരാം, നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം, എല്ലാം ചെയ്യാം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ആ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും വിശ്വസിച്ച് പറയാം. നമ്മളുടെ ഒരു രഹസ്യവും പരസ്യമാക്കത്തില്ല. കർത്താവിന്റെ അടുത്ത് വന്നവരോട് പോലും, ഒരു വേശ്യ വന്നു, വേശ്യയോട് പോലും കർത്താവ് അത് വേണ്ടാത്ത രീതിയിൽ പെരുമാറിയില്ല. പക്ഷെ ആരൊക്കെ കർത്താവിന്റെ അടുത്ത് വന്നു, അവരോട് ആരോടും കർത്താവ് വേണ്ടാത്ത ഒരു തെറ്റായ രീതിയിൽ സംസാരിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആവശ്യം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തിയോട് എന്ന് ക്ഷമ ചോദിക്കാൻ പറഞ്ഞ. കാരണം ഞാൻ കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെ വേദനിപ്പിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവളോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ നിൽക്കേണ്ട രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ എന്തുമായാലും നമ്മളുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. അത് കർത്താവിന് മുഖപക്ഷമില്ല. വേദപുസ്തകം പറയുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല. അവനെ ഭയപ്പെട്ട അവന്റെ നീതിയെ പ്രവർത്തിക്കുന്നവര്, അവർക്ക് ദൈവം ഏത് വ്യക്തി ആയാലും, ഏത് ജാതി ആയാലും, ഏത് സാഹചര്യമായാലും കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുമെന്നുള്ളതിന് എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ആരോടും പറയണ്ട, നിങ്ങളുടെ വിഷയം ആരും പ്രാർത്ഥിക്കാൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പൊ എളുപ്പം എന്റെ മനസ്സിൽ വരും, പുത്രൻ നമ്മളോട് കൂടെ ഉണ്ട്, പിതാവ് നമ്മുടെ കൂടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ 3 പേര് നമ്മുടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് ആരാധിക്കാം. നമ്മൾ ആരും ഇല്ലെന്ന് വരിയിലും ആരും വിഷമിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. പിന്നെ കർത്താവ് പോയപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരാളെ തന്നു, ആ ആശ്വാസപ്രദനെ തന്നു, പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പോകേണ്ടുന്ന വഴികൾ കാണിച്ചു തരും, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മിപ്പിച്ചു തരും. നമ്മൾ ഒന്ന് ചോദിച്ചാൽ മതി. പക്ഷെ കാരണം വചനം പറയുന്നത്, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന്. നമ്മളൊന്ന് ചോദിച്ചു നോക്കിക്കേ. നമ്മൾ ഇതുവരെ ചോദിക്കാതിരുന്നു, മറ്റുള്ളവരോട് ചോദിച്ചു, മറ്റുള്ളവരോട് പറഞ്ഞു. അല്ല, ഇന്നു മുതൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുക, കർത്താവെ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് നടത്തി തരണേന്ന്. ഞാനൊരു വേറൊരു സാക്ഷ്യം കൂടെ പറയാം. ഒരു ദിവസം എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന്, ഇതൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വന്നു. ഒത്തിരി നാളായല്ലോ ഐസ്ക്രീം കഴിച്ചിട്ട്, ഇച്ചിരി ഐസ്ക്രീം കിട്ടി തന്നെ കഴിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു. അന്ന് എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരന് കടയിൽ എവിടെയോ പോയിരിക്കുമായിരുന്നു. പോയിട്ട് വന്നപ്പം പാലിന്റെ കൂടെ ഒരു പാക്കറ്റ് ഐസ്ക്രീം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്നാ പറ്റി, ഇന്നെന്നാ പതിവില്ലാതെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ പാല് വാങ്ങിക്കാൻ കയറിയതാ, പാല് വാങ്ങിക്കാൻ കയറിയപ്പോ ഐസ്ക്രീം വാങ്ങിക്കണം തോന്നി, ഞാൻ വാങ്ങിച്ചു. കർത്താവിന്റെ സ്നേഹം എത്ര വലിയതാ. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്റെ കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റിയതാ. ഞാൻ അറിയാതെ എന്നെ സ്നേഹിച്ചു എന്റെ കർത്താവ്, ഞാൻ അറിയാതെ എന്നെ രക്ഷിച്ചു, ഞാൻ അറിയാതെ എന്നെ വിടുവിച്ചു. ഞാൻ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നത് ഞാൻ അറിഞ്ഞതല്ല. ഞാൻ പറയാമല്ലോ, എന്നെ സ്നേഹിച്ചത് ഞാൻ അറിഞ്ഞതല്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെന്ന് വരും നമ്മളെയൊക്കെ എത്രയധികം സ്നേഹിക്കും. നമ്മൾ ജനിക്കുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പേ, എത്രയോ 2025 വർഷം, എത്ര വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ തന്നവനാ. അല്ലെ, അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന പിതാവാണെങ്കിൽ നമ്മളെ സ്നേഹിച്ചത് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പുത്രൻ നമ്മളെ സ്നേഹിച്ചത് സ്വന്തം രക്തവും, സ്തോത്രം, സ്വന്തം രക്തവും സ്വന്തം ജീവനും നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന. അങ്ങനെയാണെന്ന് വരിൽ പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കാൻ തന്നു. അതേ പ്രിയ ദൈവമക്കളെ, നമുക്കൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവ് വളരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.